ഹായ് എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പൊ ഇതേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അതാണ് കേട്ടോ രാവിലത്തെ പരിപാടികൾ. ഇപ്പൊ എന്താ പറയാ, വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ രാവിലെ ഇപ്പൊ നേരത്തെ എണീക്കൽ പരിപാടികളൊന്നും തന്നെ ഇല്ല. അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇന്നലെ ദോശമാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇഡലി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഇന്നലെ ഇല്ല 2 ദിവസമായിട്ട് അരച്ച് വെച്ചിട്ട്. അപ്പൊ ഈ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പകർത്താണ് ദോശമാവ്. അപ്പൊ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുമല്ലോ. മതി, ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെക്കും. ഇത് നമ്മുടെ മാവ് കണ്ടോ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇഡലിക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട. പിന്നെ അത് ഞാൻ ഉഴുന്നും അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഡലിക്ക് അരച്ച സമയത്ത് അങ്ങനെ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. ദോശമാവിൽ അരയ്ക്കുന്ന സമയത്ത് ഉഴുന്നും അരച്ച് വയ്ക്കും, ഉഴുന്ന് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറച്ച് ദിവസം ഇത് ഫ്രിഡ്ജിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ അത് ഞാനൊരു വെജിറ്റബിൾ ചോപ്പർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ അതേ പച്ചമുളകാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്, മുഴുവൻ വേണ്ട. ഇത് മുഴുവൻ കിടന്നോട്ടെ, കുഴപ്പമില്ല. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇനി നമുക്ക് വെജിറ്റബിൾ ചോപ്പറിലേക്ക് ഇഞ്ചി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. മുഴുവൻ ഇഞ്ചി വേണ്ട, എടുത്തൊരു കഷ്ണത്തിൻ്റെ ഒരു 1/4 ഭാഗം മതി. പിന്നെ വേണ്ടത് കുരുമുളക് വേണ്ട, മുഴുവനോട് കൂടിയിട്ടുള്ള കുരുമുളക് കുറച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ അതുപോലെ തന്നെ എടുക്കുള്ളൂ, പക്ഷെ അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ ഉഴുന്നോടയിൽ. ഇതൊന്ന് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇത് നല്ല ചെറുതായിട്ട് മുറിഞ്ഞ് വന്നുണ്ട് ഇഞ്ചിയൊക്കെ. കുരുമുളകൊക്കെ അതുപോലെ തന്നെ എടുക്കുള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല മുളകിൻ്റെ നല്ല കുത്ത് വരുന്നുണ്ട്. ഒരു കൂടെ ചിത്രമാതി കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, തിളച്ചിടുന്നുണ്ട്. ഇഡലിലേക്ക് വെച്ച് കൊടുക്കാം. ഓരോന്ന് വയ്ക്കുന്നുള്ളൂ, കാരണം ഇതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ. ഇനി നമ്മുടെ ഉഴുന്നോടയുടെ ഒരു മിക്സ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്ത് വയ്ക്കുമ്പോൾ ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് ഇതിലേക്ക് വരും. പിന്നെ ചിലർ സവോളയ്ക്ക് ഇടാറുണ്ട്, സവോളയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഞാൻ 1/2 കപ്പ് പരിപ്പ് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. 1/2 കപ്പ് പരിപ്പ് എടുത്തപ്പോൾ ഞാൻ ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. ഇത് നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഡ്രൈ ആയി പോവാതിരിക്കാനാണ് വെള്ളം തളിക്കുന്നത്. ആ ഒരു സോഫ്റ്റ്നെസ് ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, മുഴുവനോട് കൂടിയ മല്ലി 2 ടേബിൾ സ്പൂൺ കേട്ടോ, എരിവിനനുസരിച്ച്.
ഒരു 6 ഉണക്കമുളക് ഇട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇതിൻ്റെ കൂടെ ഞാനൊരു 2 ചെറിയുള്ളിയും കൂടെ ഒന്ന് മുറിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് നാളികേരം ചെറിയതും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ ഫ്രോസൺ നാളികേരം കേട്ടോ. കുഴപ്പമില്ല, നമ്മളിതിപ്പോൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് കാരണം. ഒരു 3-4 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് ഒന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉലുവയും കൂടിയും ചേർക്കുന്നുണ്ട്. ഉലുവ ഒരുപാട് വേണ്ട കേട്ടോ, ഒരു 1/4 ടീസ്പൂണിന് താഴെ മതി, അല്ലെങ്കിൽ കൈപ്രസ് മതി. പിന്നെ ഞാൻ വേറൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിലിടുന്നുണ്ട്. നമ്മുടെ ഇഡലിയൊക്കെ കണ്ടോ തണുത്ത് വന്നിട്ടുണ്ട്. ഈസി ആയിട്ട് ഇളകിയും വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ്. ആദ്യമായിട്ട് അങ്ങനെ ഇളകി വരുന്ന കാണുന്നത്. അങ്ങനെ ഇളകി വരും കണ്ടിട്ടില്ല. നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്നവർ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ സൈഡിൽ മാത്രം ഒന്ന് എണ്ണയുടെ എഫക്റ്റ് അല്ലേ. 8 ഇഡലി. ഈ നാളികേരമൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർക്കണം. അല്ലെങ്കിൽ കട്ടിക്കായാണെങ്കിൽ ആദ്യം ഫ്രൈ ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതിനൊക്കെ കരിഞ്ഞു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനെ നല്ലപോലെ ഒന്ന് തണുപ്പ് വരട്ടെ. ഞാൻ ഇവിടെ നിന്ന് മാറ്റി വയ്ക്കാം കേട്ടോ, അല്ലെങ്കിൽ അടിഭാഗത്ത് ചിലപ്പോൾ കരിയും. ഇത് എണ്ണ നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. കൈ വെള്ളത്തിൽ മുക്കാം നല്ലപോലെ. എന്നിട്ട് ഈ ഒരു മാവുണ്ടല്ലോ, ഇതിൽ നിന്ന് ഇതുപോലെ ഉഴുന്നുവടയുടെ പാകത്തിന് എടുക്കാം കേട്ടോ. ഈ കൈ ഞാൻ നനയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഈ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നടുഭാഗത്ത് ഹോൾസാക്കി കൊടുക്കാം. ഒന്ന് പതുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ആക്കണം. ഇതിൽ വെള്ളം വീണു, എണ്ണയിൽ അതിന് പൊട്ടിത്തെറിക്കുന്ന സൗണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പോലെ പെർഫെക്റ്റ്. ഇതുപോലെ തന്നെ നമുക്ക് കൈ നന്നായിട്ട് നനയ്ക്കാം. അതിനുശേഷം ഇതേ മാവ് എടുക്കാം. എന്നിട്ട് ഈ കയ്യിലേക്കാക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ. അങ്ങനെ ലൂസ് മാവായിരിക്കണം, ഫ്ലഫി ആയിട്ടുള്ള മാവായിരിക്കണം, എന്നാലും ഉഴുന്നോടെ നന്നാവുള്ളൂ. ഇതും സെയിം അതുപോലെ തന്നെ എണ്ണയിലിക്കുക. ഞാനിപ്പോൾ കുറച്ച് ചെറുത് ഉണ്ടാക്കണത്, അല്ലെങ്കിൽ പാനിൽ അത്ര സ്ഥലം ഉണ്ടാവില്ല. അതേപോലെ ഞാൻ 4 ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി മാവ് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ആദ്യം ഇട്ടതൊക്കെ നമുക്ക് മറിച്ചിടാം. എന്തോ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഉഴുന്നുവട മറിച്ചിടുമ്പോൾ പലപ്പോഴും, മറിച്ചിടുമ്പോൾ മാത്രമല്ല കേട്ടോ, ഇത് ഇട്ട് കൊടുക്കുമ്പോഴും എൻ്റെ കൈ എണ്ണയിൽ പലപ്പോഴും മുങ്ങി പോകാറുണ്ട്. ഒന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ലാസ്റ്റ് ഇട്ടതാണ്. പഞ്ഞി പോലത്തെ സോഫ്റ്റായ ഇഡ്ഡലി. ഇവിടെ ഇഡ്ഡലി എല്ലാവർക്കും നല്ല ഇഷ്ടം. തണുത്തിട്ടില്ല. അപ്പോൾ പുളി നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം.
ഉഴുന്നോടെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ ഇതിൽ റവയോ അങ്ങനെയൊന്നും ചേർത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഉഴുന്ന് മാത്രം തന്നെയാണല്ലോ കേട്ടോ. നന്നായിട്ട് ഫ്രൈ ആയിട്ട് ക്രിസ്പി ആയിട്ട് വരട്ടെ. അപ്പോഴേക്കും ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ നമുക്കൊരു ചട്നിയും കൂടി ഉണ്ടാക്കാം. അതേ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3 ചെറിയുള്ളി, പിന്നെ പച്ചമുളക്, ഒരു പച്ചമുളക് ഇടുന്നുണ്ട്. പിന്നെ അത് നാളികേരം ഞാൻ ഡീഫ്രോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് നാളികേരം ശരിക്കിയത്. അപ്പോൾ അതേ നമ്മുടെ ഉഴുന്നോടെയൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കോരിയെടുക്കാം. എനിക്ക് അരിഞ്ഞു കൊണ്ട പപ്പട കമ്പി കൊണ്ട് ഇങ്ങനെ ഗുണമുണ്ടല്ലേ. എണ്ണ തീരെ അപ്പോൾ പിടിക്കില്ലല്ലോ ഇങ്ങനെ എടുക്കുമ്പോഴേ, അതാണ് ഗുണം. നോൺ സ്റ്റിക്ക് ആയ കാരണം ഇങ്ങനെ എന്താ പറയുക, ഇത് തട്ടരുതെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ഉഴുന്നോടെ റെഡി. അപ്പോൾ ഉഴുന്നോടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എക്സസ് ആയിട്ടുള്ള എണ്ണയൊക്കെ ടിഷ്യൂവിൽ പിടിച്ചോളും. അപ്പോൾ ചട്നി ഉണ്ടാക്കാൻ ഞാൻ പൊട്ടുകടലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഒരു 3 ടേബിൾ സ്പൂൺ അത്ര മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി കണ്ടോ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒന്ന് കടുക് പൊട്ടിച്ചാൽ മതി. നേരത്തെ നമ്മുടെ നാളികേരമൊക്കെ ഒന്ന് വറുത്ത് വെച്ചില്ലേ സാമ്പാറിന് വേണ്ടിയിട്ട്, അപ്പോൾ അത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ പിന്നെ അത് അരഞ്ഞു വരില്ല നന്നായിട്ട്. പിന്നെ ഇത് നേരത്തെ നമ്മൾ അരി വറുത്തെടുത്ത ഒരു സെയിം കടായിലേക്ക് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിൽ നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി സാമ്പാറല്ലേ, അപ്പോൾ ഉള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ. ഉള്ളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് മുറിച്ചിടണമെങ്കിൽ മുറിച്ചിടാം. ഞാൻ മുറിച്ചൊന്നും ഇടുന്നില്ല. ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴന്ന് വരട്ടെ. നമുക്കത് വഴറ്റിയെടുക്കാതെ സാമ്പാർ ഉണ്ടാക്കാം കേട്ടോ. ഈ സാമ്പാർ ഇങ്ങനെയാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ നമ്മുടെ പരിപ്പുണ്ടല്ലോ വെന്ത് വന്ന് ഇരിക്കുന്നുണ്ട് ഇവിടെ. ഈ പരിപ്പിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ കുതിർത്തിയെടുത്ത ഒരു പുളിവെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ വേറെ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത അങ്ങനെ പുളിവെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചു ഒഴിക്കാട്ടോ. പക്ഷെ പുളി ഇല്ലെങ്കിലും അത്ര നന്നായിട്ട് വരില്ല. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ അരച്ചെടുത്ത ഒരു അരപ്പും കൂടെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. സാമ്പാറിലൊന്നും ഉപ്പിട്ടുണ്ടായിരുന്നില്ല, ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് വരാം. ഇതേ ഇപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്നുന്നുണ്ട്. ഇത് മതി, ഒരുപാട് അങ്ങോട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഉള്ളി നമുക്ക് ഈ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കും. ഇത് ഒരുമിച്ച് അങ്ങോട്ട് തിളച്ച് ഉള്ളി ഒന്നും കൂടി ഒന്ന് വെന്ത് വന്നോളൂ കേട്ടോ. റെഡി ആയിട്ട് വരട്ടെ. ഞാൻ വേറൊരു കടായിലേക്ക് കടുകും അതുപോലെ ഉലുവ ഉണ്ടല്ലോ, ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഉണക്കമുളകും ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇഡലി ഉഴുന്നുവട ചട്നിയൊക്കെ റെഡിയാണ്. നമുക്ക് വറുത്തത് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഈ സാമ്പാറിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ, ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി സാമ്പാർ റെഡിയുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാം. ഫേവറേറ്റ് സാമ്പാർ ഉള്ളി സാമ്പാർ ചൂച്ചു പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. ഉള്ളിനോട് ഇഷ്ടമായോ? ഉള്ളി വേണോ ചൂച്ചിന്? ചട്നി വേണോ? ഒഴിക്കട്ടെ. നല്ല സാമ്പാർ, നല്ല ഇഡ്ഡലി, നല്ല ഉഴുന്ന് വട. ഉഴുന്നോട് കഴിക്കാത്തതാണ് സവൻ. ചട്നിയും സാമ്പാറും ഇഡ്ഡലിയും രണ്ടും കൂടിയുള്ള കോമ്പിനേഷൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. ചട്നിയും സാമ്പാറും കൂടെ, പ്രത്യേകിച്ച് ഉള്ളി സാമ്പാർ ഇതുപോലുള്ള വറുത്തരച്ച സാമ്പാറൊക്കെ നല്ല അടിപൊളിയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. നാട്ടിൽ പോയി വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ. അപ്പോൾ നല്ല ചെറിയ തണുത്ത കാറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇടിവെട്ടോടുകൂടി മഴയൊക്കെ പെയ്തു. ഇവിടെ അങ്ങനെ ഇടിവെട്ട് കാര്യങ്ങളൊന്നും സാധാരണ രീതിയിൽ അങ്ങനെ ഉണ്ടാവൽ വളരെ കുറവാട്ടോ. അപ്പോൾ ഹെയർ കട്ടിങ്ങിന് പോവാണ്. ഇത് ഞങ്ങളുടെ സൊസൈറ്റിയുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു സലൂണിലാണ് കേട്ടോ ഞങ്ങൾ കുട്ടികളെ കൊണ്ട് ഹെയർ കട്ടിങ്ങിന് പോണത്. അപ്പം ഇവിടെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടുപേരും ഒരേ സമയത്ത് തന്നെ ഹെയർ കട്ടിങ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് എൻ്റെ അടുത്ത് ചോദിച്ചു യൂട്യൂബ് ചാനലുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഇവരെപ്പോഴോ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിവിടെ ഞങ്ങളുടെ സൊസൈറ്റിയുടെ ഉള്ളിലുള്ള ഈ ഒരു സലൂണിൽ വരവ് കുറവാണ്. കുട്ടികളെയൊക്കെ കൊണ്ടാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ പുറത്തേക്കാണ് കൂടുതൽ അങ്ങനെ പോവില്ല കേട്ടോ. ഇപ്പോൾ പിന്നെ സൗകര്യം നോക്കിയിട്ട് ഇങ്ങോട്ടാണ് കൂടുതൽ വരവ്. കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ റോഡിൽ കൂടിയൊക്കെ പോകാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. ഇതാകുമ്പോൾ ഈസിയാണ്. നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് സമയത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് തന്നെ ചെയ്തു വരാനൊക്കെ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സൊസൈറ്റിയുടെ ഉള്ളിൽ തന്നെയുള്ള 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സൂപ്പർ മാർക്കറ്റ് പോലെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് പെട്ടെന്ന് വാങ്ങിക്കാനും ഒക്കെ എളുപ്പമാണ്. അപ്പോൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് നന്ദും ചൂച്ചും കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയതാണ് കേട്ടോ. അപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ ഐസ്ക്രീം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പോൾ അതേ അവർക്ക് ജ്യൂസ്, സ്നാക്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഈ ചാറ്റ്സ് ഐറ്റംസ്, അങ്ങനത്തെ സ്നാക്ക് ഐറ്റംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് എമർജൻസി ആയിട്ട് എന്താണെന്നുണ്ടെങ്കിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്തൊക്കെയോ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മെയിൻ്റെനൻസ് കാര്യങ്ങൾ, പിന്നെ മൊത്തം സെറ്റപ്പൊക്കെ മാറ്റിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പിന്നെ തിരിച്ചു പോരുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ ഇങ്ങനെ എന്താവണം. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു വ്ളോഗായിട്ട് അല്ലെങ്കിൽ ഒരു കുക്കിംഗ് റെസിപ്പി ആയിട്ടോ ഒക്കെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.